ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാസ്മ ലിപ്പിഡ് പ്രൊഫൈൽ. ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. ഷ്യൂർ ഇത് പഠിച്ചാൽ ഈ വാല്യൂസ് 4-5 വാല്യൂസ് പഠിച്ചാൽ ഒരു ഷ്യൂർ MCQ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്ലാസ്മ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മുടെ ബ്ലഡിലുള്ള ലിപ്പിഡിൻ്റെ നോർമൽ വാല്യൂ നോക്കാം. നമ്മുടെ ബ്ലഡിലുള്ള ടോട്ടൽ ലിപ്പിഡ്സ് എത്രയാണ്? ടോട്ടൽ പ്ലാസ്മ ലിപ്പിഡ്സ് 400 to 600 ആ റേഞ്ചാണ് വരുന്നത്. 400 to 600 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നതാണ് ടോട്ടൽ കൊളസ്ട്രോൾ നോർമൽ റേഞ്ച്. ഒരിക്കലും മറക്കരുത്. സ്റ്റാർ ഇട്ട് വെച്ച് പഠിച്ചോ. 140 to 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഇത് മസ്റ്റായിട്ട് റിമെമ്പർ ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ ജസ്റ്റ് HDL ഒക്കെ അറിഞ്ഞു വെക്കുക. HDL കൊളസ്ട്രോൾ ഒക്കെ ജസ്റ്റ് വായിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വരുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ട്രൈഗ്ലിസറൈഡ്സ് പ്രീവിയസ്ലി ആസ്ക്ഡ് ആണ്. അതിൻ്റെ റേഞ്ച് വരുന്നത് മെയിൽസിൽ 50 to 150 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, ഫീമെയിൽസിലാണെങ്കിൽ 40 to 150 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും മസ്റ്റായിട്ട് ഓർമ്മിച്ച് വെക്കണം. മസ്റ്റായിട്ട് റിമെമ്പർ. മറ്റേതെല്ലാം നിങ്ങളൊന്ന് വായിക്ക്. ഓക്കെ. നെക്സ്റ്റ് ഫോസ്ഫോലിപ്പിഡിൻ്റെ റേഞ്ച് വരുന്നത് എബൌട്ട് നമ്മുടെ ഈ കൊളസ്ട്രോളിൻ്റെ റേഞ്ച് സെയിം ആണ് വരുന്നത്. എബൌട്ട് 150 to 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഓക്കെ അല്ലേ? ഇതിന്നൊരു MCQ നിങ്ങൾക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടേബിളൊന്ന് വായിക്കുക, പഠിക്കുക. ഞാൻ പറഞ്ഞ മസ്റ്റായിട്ടുള്ളത് എന്തായാലും റിമെമ്പർ ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കഴിയുന്നത് ജസ്റ്റ് വായിച്ചു വിടുക. ഓക്കെ അല്ലേ? ഇത് ഷോർട്ട് ടോപ്പിക്കാണ്. ഓക്കെ, ബൈ.